ഒരു മീഡിയേറ്റർ വഴി വിളിച്ചിട്ടാണ് പറയുന്നത് ഇത് കണക്ക് നമുക്ക് ആ ലാപ്ടോപ്പിൻ്റെ എമൗണ്ട് ലാപ്പിന് ഉപരി അതിൻ്റെ എമൗണ്ട് നമുക്ക് തരാം. അത് പക്ഷേ ഹൈഡായിട്ടേ തരുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റാരും അറിയാതെ ആ പൈസ തരാം. നമുക്ക് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. അതായത് അഭിറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിറാമിൻ്റെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇട്ട വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എൻ്റെ ആയിരക്കണക്കിനുള്ള ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കഴുത്തിന് പിടിച്ച് കുത്തിന് പിടിച്ച് അപമാനിച്ച് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ആ ലാപ്ടോപ്പിൻ്റെ കാര്യം അവിടെ വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു വലിയ സാറാ മോനെ പൊട്ടിച്ചേ, കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതൊരു വലിയ സാറാ പൊട്ടിച്ചത്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നീ വേണമെങ്കിൽ നിൻ്റെ ലാപ്പല്ലേ, നീ പുതിയത് മേടിക്കണം. അങ്ങനെയായിരുന്നു അവർ തമാശ രീതിയിൽ എന്നോട് പറഞ്ഞത്. ഈ സാറ് ചെയ്ത തെറ്റ് അതുപോലെ തെറ്റായിട്ടിരിക്കുകയാണ്. ഈ സാറിന് പേരില്ലേ? ഞാനായിട്ട് എങ്ങും പറഞ്ഞിട്ടുമില്ല, ഞാൻ വെളിപ്പെടുത്തുന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് അഭിറാം സുന്ദർ ഒരു പരാതി കൊടുക്കാൻ? അപ്പം ഇവൻ്റെ കയ്യിൽ ഈ വീഡിയോ ഔട്ട് ഉണ്ടെന്ന് ആരും വിചാരിച്ചില്ല. അപ്പോൾ ആ പയ്യനാണ് നമുക്ക് ഷൂട്ട് ചെയ്തത്. ഇവൻ അത് സേഫ് ആക്കിയിട്ട് എൻ്റെ അമ്മയും അച്ഛനും വന്ന സമയത്ത് കൈ കൊണ്ടങ്ങ് കൊടുത്ത്. എന്നാൽ ഇവൻ വരെ എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ കൂടെ വന്നായിരുന്നു. അതായത് എൻ്റെ ഒരു മാമൻ്റെ മോനും 2 പെൺമക്കളും അടങ്ങി ഈ മോനും കൂടെയാണ് വരുന്നത് എന്നെ ഇറക്കാൻ. അവിടെ വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുക, സാറേ ഈ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെയും വരട്ടി. ഇനി നീ ഇവന് വേണ്ടി വക്കാലത്തും പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളെയും പിടിച്ചകത്തിടും. അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് ഇവനെ റിമാൻഡ് ചെയ്യാൻ പോവുക എന്നെ. അപ്പോൾ ഈ വരുന്നൊക്കെ പറയുന്നുണ്ട് നീ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്, നീ പത്തനംതിട്ട കത്തിച്ചു, ഇങ്ങനെ എന്നോട് പറയാം. അതാ ഇങ്ങനെയാണ് ആ സാറന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പത്തനംതിട്ട കത്തിച്ചു, നീ കാരണം എത്ര പേർക്ക് എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് വിഷമം. അല്ല, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാനാണ് പോലീസിൻ്റെ ഒരു തന്ത്രമാണ്. അതെ അവർ ചെയ്ത പ്രശ്നങ്ങൾ എൻ്റെ തലയിലാക്കുക, കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിരുന്ന് പറയുന്നുണ്ട് സാറേ എന്നെ വിട്ടേര്, ഞാൻ പ്രശ്നക്കാരനല്ല. അഭിറാമിനെ വിളിച്ചതല്ല പരിപാടിക്ക്, അഭിറാം ചെന്ന് കയറിയതാണ്. അങ്ങനെ ഈ സാറന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 40 ഡെസിബിളിൽ കൂടുതലുള്ള സൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതൊരു കാര്യം, അത് പൊതുവായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അഭിറാമിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, അനുമതിയില്ലാതെ പരിപാടി നടത്തി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയപരിധി കഴിഞ്ഞിട്ടാണ്. അതായത് അന്ന് രാത്രി 12 മണിക്കാണ് പോലീസ് അനുവദിച്ചിരുന്ന സമയം. അപ്പോൾ അതിനുശേഷം 1 മണിക്കാണ് അഭിറാമിൻ്റെ പരിപാടി തുടങ്ങുന്നത്. നമസ്കാരം, സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് അഭിറാം സുന്ദറാണ്. അഭിറാം സുന്ദറിൻ്റെ പേര് ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. കഴിഞ്ഞ ന്യൂ ഇയർ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു അഭിറാമിൻ്റെ ജീവിതത്തിലെ തന്നെ. പത്തനംതിട്ടയിൽ ഒരു DJ നടത്താനായി അഭിറാം പോകുന്നു. അപ്പോൾ രാത്രിയിൽ അവിടെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പോലീസുമായിട്ട്. അതിൽ ഏറ്റവും ദുരന്തമായ ഒരു ഭാഗം എന്ന് പറയുന്നത് അഭിറാമിൻ്റെ 1 ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത് നശിപ്പിച്ച് കൈ തരുന്നു. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൺസോളിൽ കയറി എന്തൊക്കെയോ പണിയൊക്കെ നടത്തുന്നു. എന്തായാലും വലിയ ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. 2 അഭിമാനക്ഷതം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. അഭിറാമിൻ്റെ കോളറിലൊക്കെ കുത്തിപ്പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായിട്ടൊക്കെ വാർത്ത വന്നു. ഈ വിഷയത്തിൽ അവർ ആക്ഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പം അവരവിടുന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അഭിറാമിൻ്റെ ലാപ്ടോപ്പാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അവർ തയ്യാറാണ്, അവർ ചെയ്തത് തെറ്റാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അവർ തയ്യാറാണ് അഭിറാമിൻ്റെ ഈ ലാപ്ടോപ്പ് തിരിച്ചു തരാൻ എന്നാണ്. എന്താണ് അതിൻ്റെ സത്യം? തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായി എന്നെ വിട്ട ദിവസം തന്നെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ എങ്ങും ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ്, കാരണം ആ വീഡിയോ ഇറങ്ങി ഒരു വൈകിട്ടായപ്പോഴത്തേന് ഏകദേശം 10 ലക്ഷത്തോളം പേര് അത് കാണുകയും ഒരുപാട് പേര് കമൻ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ അത് ചെയ്തത് അവർ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാണ് കമൻ്റ് ഇടുന്നത്. ഞാനൊന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ സാറന്മാരും അല്ല എന്നെ വിളിക്കുന്നത്. ഒരു മീഡിയേറ്റർ വഴി വിളിച്ചിട്ടാണ് പറയുന്നത് ഇത് കണക്ക് നമുക്ക് ആ ലാപ്ടോപ്പിൻ്റെ എമൗണ്ട് ലാപ്പിന് ഉപരി അതിൻ്റെ എമൗണ്ട് നമുക്ക് തരാം. അത് പക്ഷേ ഹൈഡായിട്ടേ തരുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റാരും അറിയാതെ ആ പൈസ തരാം. നമുക്ക് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. അതായത് അഭിറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിറാമിൻ്റെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇട്ട വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് അന്ന് തൊട്ടേ പറയുന്നതാണ്, ഇന്നത്തെ സംഭവമല്ല. അന്ന് തൊട്ടേ ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചാവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിലൂടെയാണ് എന്നെ അപമാനിച്ച് കൊണ്ടുപോയത്. 2, ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. എൻ്റെ ആയിരക്കണക്കിനുള്ള ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കഴുത്തിന് പിടിച്ച് കുത്തിന് പിടിച്ച് അപമാനിച്ച് എന്നെ കൊണ്ടുപോയത്. അപ്പം അതെനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. 2, ഈ പറഞ്ഞ ലാപ്ടോപ്പിലുപരി അതൊരു ഇൻസ്ട്രുമെൻ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അതിലൊരു സംശയം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി ഇതാണ്. അതായത്
ഈ അഭിരാമിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതെ അതെ. അത് അന്നേരത്തെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അത് തെറ്റാണെന്ന് അവർക്ക് അപ്പം തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ അഭിരാം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ തെറ്റ് സമ്മതിക്കുകയും അഭിറാമിൻ്റെ ലാപ്ടോപ്പിന് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ അഭിറാമാണ് വഴങ്ങാത്തതെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഹൈഡായിട്ട് ആ സമയത്തല്ല, അതിന് ശേഷമാണ്, അതായത് ഈ വീഡിയോസ് അപ്ലോഡ് ആയതിനു ശേഷമാണ് ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ സ്റ്റേഷനിൽ നിന്നും ഈ സാറിനോട് ചോദിച്ചായിരുന്നു, സാറേ എൻ്റെ ലാപ്ടോപ്പിൽ ഒരുപാട് ഫയലുകളുണ്ട്, അത് വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, അത് വെച്ചാണ് എൻ്റെ കഞ്ഞികൂടിയാണ് പോയത്. അപ്പോൾ ഞാൻ ആ ലാപ്ടോപ്പിൻ്റെ കാര്യം അവിടെ വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു വലിയ സാറാ മോനെ പൊട്ടിച്ചേ, കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതൊരു വലിയ സാറാ പൊട്ടിച്ചത്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നീ വേണമെങ്കിൽ നിൻ്റെ ലാപ്പല്ലേ, നീ പുതിയത് മേടിക്കണം. അങ്ങനെയാണ് അവർ തമാശ രീതിയിൽ എന്നോട് പറഞ്ഞത്. ഞാൻ ഇറങ്ങി ഈ പറഞ്ഞ പോലെ ഇനി പുതിയ ലാപ്പ് മേടിക്കാം എന്ന് നമുക്ക് ഈ പറഞ്ഞ കണക്ക് വേറെ വഴിയില്ലല്ലോ. പക്ഷേ അതിനുശേഷം ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ, നമ്മുടെ കൂടെ ഒന്നും ആരും നിൽക്കത്തില്ലെന്ന്. അത് ഞാൻ തിരുത്തി പറയുകയാണ്. നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനും ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പലരും ലാപ്ടോപ്പ് ഒക്കെ ഓഫർ ചെയ്തിരുന്നു എന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് പേര് ലാപ്ടോപ്പ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നേതാക്കന്മാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ചേട്ടന്മാർ വിളിക്കുന്നുണ്ട്. എന്നാൽ ചിലർ വിളിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതായത് എൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് അവർക്ക് പോലും ബുദ്ധിമുട്ടിലായിരിക്കും കഴിയുന്നത്, എന്നിട്ട് പോലും ലാപ്പ് വാങ്ങിച്ച് തരാം, നമുക്ക് നോക്കാം, അതിന് എന്ത് വില വരാമെന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ലാപ്പ് വാങ്ങി തരാമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്, അങ്ങനെ ഒരാൾ ലാപ്ടോപ്പ് വാങ്ങിച്ച് തന്നാൽ ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തുന്നില്ല. ഈ സാറ് ചെയ്ത തെറ്റ് അതുപോലെ തെറ്റായിട്ടിരിക്കുകയാണ്. ഈ സാറിന് പേരില്ലേ? ഞാനായിട്ട് എങ്ങും പറഞ്ഞിട്ടുമില്ല, ഞാൻ വെളിപ്പെടുത്തുന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് അഭിറാം സുന്ദർ ഒരു പരാതി കൊടുക്കാനും? നമ്മൾ ഇതുവരെ പരാതി കൊടുക്കാനേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ വിളിച്ചത്. ഇവർ കോംപ്രമൈസിന് റെഡിയാണെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഹൈഡായിട്ട് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. 2, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇവർ ഡിലീറ്റ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അതിന് പകരം ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് തരണമെന്നോ മീഡിയയുടെ മുന്നിൽ വെച്ച് തരണമെന്നൊന്നും പറയുന്നില്ല. സാർ ഒരു ലാപ്ടോപ്പ്, എനിക്ക് പണമായിട്ടും വേണ്ട, സാർ ഒരു ലാപ്ടോപ്പ് വാങ്ങി ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ എനിക്കിത് തരണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ആവശ്യം. 2, ആ സാറ് ചെയ്ത തെറ്റ് ആ സാറ് തന്നെ തിരുത്തിയെന്ന് ഞാൻ എല്ലാവരോടും പറയും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അറിയിക്കും. കാരണം ഇപ്പോഴും ഒരുപാട് നല്ല പോലീസുകാരെ എനിക്കറിയാം. എൻ്റെ പല ആവശ്യങ്ങൾക്കും അതെ എല്ലാ പോലീസുകാരും കുഴപ്പക്കാരല്ല. ഇവിടുന്ന് ഈ പിടിച്ചോണ്ട് പോകുമ്പോൾ ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? കുറച്ച് ഭാഗങ്ങളാണ് വീഡിയോയിൽ. അതെ, കുറച്ച് ബാക്കി വീഡിയോസ് അവർ തന്നെ ഡിലീറ്റ് ചെയ്തായിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരുടെ ഫോണിൽ നിന്നും അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. ഈ പുറത്തു വന്ന വീഡിയോസ് എവിടെ നിന്നുള്ളതാണ്? അത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒഫീഷ്യൽ ക്യാമറമാൻ ഒരു പയ്യനുണ്ട്, റാഫി എന്നാണ് പേര്. അവനെ കൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. അപ്പം ഇവൻ്റെ കയ്യിൽ ഈ വീഡിയോ ഔട്ട് ഉണ്ടെന്ന് ആരും വിചാരിച്ചില്ല. അപ്പോൾ ആ പയ്യനാണ് നമുക്ക് ഷൂട്ട് ചെയ്തത്. ഇവൻ അത് സേഫ് ആക്കിയിട്ട് എൻ്റെ അമ്മയും അച്ഛനും വന്ന സമയത്ത് കൈ കൊണ്ടങ്ങ് കൊടുത്ത്. എന്നാൽ ഇവൻ വരെ എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ കൂടെ വന്നായിരുന്നു. അതായത് എൻ്റെ ഒരു മാമൻ്റെ മോനും 2 പെൺമക്കളും അടങ്ങി ഈ മോനും കൂടാണ് വരുന്നത് എന്നെ ഇറക്കാൻ. അവിടെ വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുക, സാറേ ഈ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെയും വരട്ടി. ഇനി നീ ഇവന് വേണ്ടി വക്കാലത്തും പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളെയും പിടിച്ചകത്തിടും. അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് ഇവനെ റിമാൻഡ് ചെയ്യാൻ പോവുക എന്നെ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അവിടെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. ഞാൻ പഠിച്ച ഒരു ആർട്ട് അത്രയും ഓഡിയൻസിൻ്റെ മുന്നിലൊന്ന് അവതരിപ്പിച്ചതാണ് ഞാൻ ഈ ചെയ്ത്. ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? രാത്രി ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. അപ്പോഴും എൻ്റെ മനസ്സിലൊരിതുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ പറഞ്ഞ സാറുമാരൊക്കെ വന്നു. ഇവർ വന്നിട്ട് ഒരുപാട് എന്നെ വായി വരുന്നൊക്കെ പറയുന്നുണ്ട്, നീ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്, നീ പത്തനംതിട്ട കത്തിച്ചു, ഇങ്ങനെ എന്നോട് പറയാം. പത്തനംതിട്ട അഭിറാം കത്തിച്ചു, അതാ ഇങ്ങനെയാണ് ആ സാറന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പത്തനംതിട്ട കത്തിച്ചു, നീ കാരണം എത്ര പേർക്ക് എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് വിഷമം. അല്ല, ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാനാണ് പോലീസിൻ്റെ ഒരു തന്ത്രമാണ്. അതെ, അവർ ചെയ്ത പ്രശ്നങ്ങൾ എൻ്റെ തലയിലാക്കുക, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിരുന്ന് പറയുന്നുണ്ട്, സാറേ എന്നെ വിട്ടേര്, ഞാൻ പ്രശ്നക്കാരനല്ല, സാർ എൻ്റെ ഹിസ്റ്ററി തിരക്കിക്കോ, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചു ചോദിച്ചോ, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടുമില്ല, ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുമല്ല, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്ന് ചിന്തിച്ചടക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ആ പ്രോഗ്രാം പോലും നമ്മൾ പൈസയ്ക്ക് വന്നതല്ല. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ, അതായത് അഭിറാമിനെ വിളിച്ചതല്ല പരിപാടിക്ക്, അഭിറാം ചെന്ന് കയറിയതാണ്. അങ്ങനെ ഈ സാറന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇന്നലത്തെ ദിവസമൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കാർ വ്യക്തമാക്കി വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് അഭിരാം സുന്ദർ എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയതെന്ന്. 2 ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്ക്, ചുമ്മാ കയറി വന്ന ഒരുത്തിന് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും പറ്റത്തില്ല. ഈ കൺസോൾ കൊണ്ടുവയ്ക്കണം, ഈ പറഞ്ഞ സാധന സാമഗ്രികളെല്ലാം അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതെ. 2
ഈ ഇഷ്യൂ ഉണ്ടാകുന്ന ദിവസത്തിന് മുന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഒഫീഷ്യൽ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നൊരു ടീമിൻ്റെ പ്രോഗ്രാമിനാണ് നമ്മൾ പോയത്. ആ ടീമിൻ്റെ ഒഫീഷ്യൽ പേജിൽ അഭിരാം സുന്ദറിൻ്റെ DJ പ്രോഗ്രാം ഉണ്ടെന്നുള്ള പോസ്റ്റർ ഇറങ്ങിയതാണ്. അത് അവരറിയാതെ ഇറങ്ങും. ഇതൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല, കമ്മിറ്റിക്കാർ പറയുന്നത് എന്നെ വിളിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയാണെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ കമ്മിറ്റിക്കാർ തന്നെ പറയുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അഭിരാമിനെതിരെയുള്ള കേസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് അവർ പറയുന്നത്, അതായത് 40 ഡെസിബിളിൽ കൂടുതലുള്ള സൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതൊരു കാര്യം, അത് പൊതുവായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അഭിരാമിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, അനുമതിയില്ലാതെ പരിപാടി നടത്തി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയപരിധി കഴിഞ്ഞിട്ടാണ്. അതായത് അന്ന് രാത്രി 12 മണി വരെയാണ് പോലീസ് അനുവദിച്ചിരുന്ന സമയം. അപ്പം അതിനുശേഷം 1 മണിക്കാണ് അഭിരാമിന്റെ പരിപാടി തുടങ്ങുന്നത്. ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഈ 2 കുറ്റങ്ങളാണ് അഭിരാമിന്റെ മേലുള്ള. തൂക്കിക്കൊല്ലാനൊന്നുമില്ല, അവരാ നേരത്തെ ചോദിച്ചതിൻ്റെ. അല്ല ചേട്ടൻ ഇപ്പോൾ പറയുമ്പോഴാണ് അതായിരുന്നു എൻ്റെ പേരിലെടുത്ത കേസുകൾ എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. കാരണം നമ്മൾ ആ കേസ് ചാർട്ടോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. എന്നോട് പറയുന്നത് നിൻ്റെ പേര് കേസ് എഴുതിയിട്ടുണ്ട്, പല വകുപ്പുകളും എഴുതി ചേർത്തിട്ടുണ്ട്, ഇത്രയാണ് അവിടെ പറയുന്നത് കേൾക്കുന്നത്. FIR ഇട്ടിട്ടുണ്ട്, എൻ്റെ ഒരു സൈനും മേടിച്ച്. ഞാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ഞാൻ ഇങ്ങനൊരു കേസിന് കയറി. അതുപോലെ ഈ പറഞ്ഞ കണക്ക് രാത്രി തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇറക്കാൻ വന്നതാണ്. കാരണം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആൾജാമ്യത്തിൽ വിടാം. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ പോലെ നേരത്തെ മുനിസിപ്പൽ കൗൺസിലറാണ്, അമ്മയും കൗൺസിലറാണ്. അവരവരുടെ പ്രൂഫുകളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാർ ആൾജാമ്യത്തിൽ വിടാവോ, അടുത്ത ദിവസം ഹാജരാക്കാം. ഞാൻ ഈ പറയുന്നതുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലെ CCTV പരിശോധിക്കാം. എന്നെ ചീത്ത വിളിച്ചതിനും അസഭ്യം പറഞ്ഞു. അതെ, എൻ്റെ മാമൻ്റെ മോനൊക്കെ വന്നപ്പോൾ അവരോടും ചീത്ത പറഞ്ഞു. ഈ ചീത്ത വിളിച്ചതിനുള്ള കാര്യങ്ങളെല്ലാം, അസഭ്യം പറഞ്ഞതിനുള്ള എല്ലാ തെളിവുകളും ആ സ്റ്റേഷനിലെ CCTVയിലുണ്ട്. ഇനി അതും ഇവർ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അല്ല, അതിപ്പം പുതിയ സംവിധാനങ്ങൾ അനുസരിച്ച് CCTV എടുക്കലാണ്, പോലീസ് സ്റ്റേഷനിൽ CCTV എടുക്കലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പോലീസ് ആപ്പാടെ പേടിച്ചിരിക്കുകയാണ്. ഒരു സർക്കുലർ ഒരിക്കൽ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ CCTV എടുക്കുന്നുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തോണം എന്നൊക്കെ ഒരു സർക്കുലർ നേരത്തെ. അതുകൊണ്ടായിരിക്കും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഈ കൊണ്ടുവന്നപ്പോഴാണെന്നുണ്ടെങ്കിലും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കോളറി പിടിച്ചു, വണ്ടിയിൽ കയറ്റി. പക്ഷേ ഈ കോളറി പിടിച്ചപ്പോഴേ ഞാൻ ആ സാറിനോട് പറഞ്ഞായിരുന്നു, സാറേ കോളറിൽ നിന്ന് വിട്ടോ, ഞാൻ ഓടത്തില്ല. ആ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സംസാരിക്കുന്നുണ്ട്, സാറേ എന്നെ വിട്ടേര്, ഞാൻ പോത്തില്ല, ഞാനിവിടെ നിൽക്കാം, ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. അത് കേട്ടപ്പോഴാണ് ഈ സാറിന് ഇച്ചിരി കൂടെ ഇതായത്. നീ പറയുന്നിടത്ത് ഞാൻ നിൽക്കണോടാ, ആ ഒരു മൈൻഡായിപ്പോയി. എന്നെ വലിച്ചഴിച്ച് ഈ ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ എല്ലാം, ഇവരുടെ ഓഡിയൻസിനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സഹതാപത്തോടെ അവർ നോക്കുന്നത്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്കും അറിയാമല്ലോ. അങ്ങനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ എത്തുന്നു. അങ്ങനെ അമ്മയും അച്ഛനും ഇറക്കാൻ വന്നപ്പം ആൾജാമ്യത്തിൽ വിടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഈ CI സാർ ഉറങ്ങാൻ പോയേക്കുക, സാർ ഇനി എപ്പോൾ എണ്ണിക്കുന്നോ അത്രയും നേരം ഇവിടെ ഇരിക്കും, ന്യൂ ഇയർ ദിവസമാണെന്ന് ഓർക്കണം. അപ്പോൾ ഞാനൊരു നാലേക്കാണ് എൻ്റെ അമ്മയും അച്ഛനും ഈ സ്റ്റേഷൻ്റെ വെളിയിൽ, ഞാനും സ്റ്റേഷനിൽ ന്യൂ ഇയർ ദിവസം മൊത്തവും, ആ ഒരു വർഷം മൊത്തവും എൻ്റെ ഓർമ്മ എന്തായിരിക്കും? ഈ പ്രശ്നങ്ങളും ഇതായിരിക്കും. ഞാനൊരു കലാകാരനാണ്, ഒരാർട്ട് പഠിച്ച് ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. ഈ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം എന്നോട് സ്റ്റേഷനിൽ വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നീ ഈ പരിപാടി ഇനി ചെയ്യരുത്, നീ ഇത് നിർത്തിക്കോണം, ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം കയറുമ്പം പിന്നെ ഈ സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് മനസ്സിലാവാത്തത്. അച്ഛനും വന്നപ്പം അച്ഛനോട് എന്താണ് പറഞ്ഞത്? അച്ഛനോട് പോലീസുകാർ പറഞ്ഞത് മോൻ ഒരു പൊട്ടനാണ്. ഈ സാറ് പറഞ്ഞതാണ്. ആരാ പറഞ്ഞേ? ഈ CI സാറ് വന്നിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, മോനൊരു പൊട്ടനാ, അവൻ ഒരു പൊട്ടനാ, ഇങ്ങനെയാ പറയുന്നത്. അഭിരാം പൊട്ടനാണോ? ഞാൻ ഒരിക്കലും പൊട്ടനാണോ അല്ലയോ എന്ന് ഇപ്പോൾ ആ സാറിന് മനസ്സിലായി കാണും. കാരണം ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ എങ്കിലും ഓക്കെ, ഞാൻ ഈ സാറിനോട് എല്ലാം പറയുന്നുണ്ട്, സാറേ ഞാൻ ചെയ്ത തെറ്റെന്തോന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അതിന് വേണ്ടുന്ന എന്തോന്ന് വെച്ചാൽ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ചോദിച്ചതിൻ്റെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി അഭിരാമിന് ഇപ്പോൾ 24 വയസ്സാണല്ലോ. ഈ 24 വയസ്സിനിടയിൽ ഒരു സംരംഭകനായി മാറിയ ഒരാളാണ് അഭിരാം. ഏതാണ്ട് അത്യാവശ്യം നല്ല തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ DJയുടെ ഈ കൺസോളും ലാപ്ടോപ്പും അതിൻ്റെ മറ്റനുബന്ധന ആക്സസറീസ് ഒക്കെ ചെയ്യുന്നത്. എത്ര രൂപയുടെ മുതൽ മുടക്കുണ്ട്? എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നത്, അതിൽ വേൾഡ് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു ഈ സംരംഭകത്വത്തിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ ഈ 8ാം ക്ലാസ് തൊട്ടാണ് ഈ ഒരു ഇഷ്ടം കയറുന്നത്. സത്യം പറഞ്ഞാൽ അഭിനയത്തിലേക്കായിരുന്നു ഇഷ്ടം, സിനിമയിലെത്തണം. ആ ചിന്തയിലാണ് ഓരോ സാധനങ്ങൾ വാങ്ങി, ലൈറ്റ് കർട്ടൻ പിടിക്കാൻ പോവും, സൗണ്ട്സിന് പോവും. അങ്ങനെ പോകുമ്പോൾ പല കലാകാരന്മാരെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. അങ്ങനെ പെതുക്കെ ബിൽഡ് ചെയ്ത് എടുത്തിട്ടാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോഴൊരു 30 ലക്ഷം രൂപയിൽ മുകളിൽ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്
ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നിന്ന് തന്നെ കണ്ടെത്തി, അല്ലാതെ കടം വാങ്ങിച്ചോ ലോൺ എടുത്തോ ഒന്നുമല്ല. ഒരു ലൈറ്റ് വാടകയ്ക്ക് കൊടുക്കും, ആ പൈസ കിട്ടുന്ന കൂട്ടി വയ്ക്കും, അടുത്തത് വാങ്ങിക്കും കൂട്ടി വയ്ക്കും, അങ്ങനെ ബിൽഡ് ചെയ്താണ് നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരു ഐഡിയ കിട്ടിയതാണ്, ഇതൊക്കെ ഒരു DJ ആർട്ടിസ്റ്റായി മാറി. ഇതിനോടൊക്കെ ഇഷ്ടമായി, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. DJ ആർട്ടിസ്റ്റായി മാറിയാൽ അതുവഴി സിനിമയിലെത്താം, അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് നമ്മൾ DJ പഠിക്കുന്നത്. പഠിച്ച് ചെറിയ ചെറിയ ഷോകളെ ഞാൻ ഓടി തുടങ്ങിയിട്ടുള്ളൂ. പഠിക്കുമല്ലേ, ചെറിയ കോളേജുകൾ അങ്ങനെയൊക്കെ ഓടി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഓഡീസിൻ്റെ മുന്നേ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ന്യൂ ഇയർ ദിവസം ഞാനൊന്ന് മതിമറന്ന് പോവുകയും ചെയ്തില്ലേ? എൻ്റെ സ്വപ്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പെട്ടെന്നാണ് അനൗൺസ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ട്, എല്ലാ ഫോളോവേഴ്സും വരണം. നമ്മുടെ കുറേ ഫോളോവേഴ്സുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സപ്പോർട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ പ്രശ്നക്കാരൊന്നും ഉള്ള ഏരിയ അല്ല. നമ്മളവിടെ ചെല്ലുന്നു, ഇവരോട് ചോദിക്കുന്നു, ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. പ്രോഗ്രാം തുടങ്ങി ഒരു 4-5 പാട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരുന്നുണ്ട്, അതും വീഡിയോയിൽ വ്യക്തമാണ്. ഈ സാറിനെ കണ്ടുകൊണ്ട് ഞാൻ പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട്, അതും ആ വീഡിയോയിൽ വ്യക്തമാണ്. ഓഫ് ചെയ്തതിന് ശേഷമാണ്, അതായത് നമ്മൾ ഇവിടെ നോക്കി ഈ നോക്കുന്ന ഗ്യാപ്പിലാണ് ഇത് അടിച്ചു പൊട്ടിക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. കാരണം എൻ്റെ മനസ്സിൽ എന്താണ്, അതിലൊരു ഈച്ച വന്നിരുന്നാൽ ഞാൻ ഇങ്ങനെ അത് മാറ്റിയിട്ട് തുടയ്ക്കും. അത്ര കഷ്ടപ്പെട്ട് അതെ, അല്ലാതെ ചുമ്മാ കളഞ്ഞു കിട്ടിയ സാധനമല്ല, ചുമ്മാ കോടികൾ എൻ്റെ കയ്യിലിരുന്നിട്ട് പോയി വാങ്ങിച്ച സാധനമല്ല. ഓരോ വെറും പരിമണി കൂട്ടുന്ന കണക്ക് കൂട്ടി വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡ്രീമായിട്ട് കൊണ്ടുവന്നൊരു പ്രോഗ്രാം, ഇത്രയും നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നൊരു പ്രോഗ്രാം. അപ്പോൾ ആ സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് അവിടെ അടി നടന്നു എന്നുള്ളതാണ് പറയുന്നത്, എന്നോട് പറയുന്നത്. അവിടെ ഒരു അടി നടന്നെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ ഈ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരൻ ഒരിക്കലും ഇതറിയത്തില്ല. പല ആൾക്കാരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചെയ്യുന്ന ഇവരൊക്കെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഈ പണി ചെയ്യുന്നതാണ്. അങ്ങനല്ല, ഒരു പാഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിലുപരി നമുക്ക് വർഷത്തിലൊരു 3-4 മാസമേ ഉള്ളൂ ഈ ജോലികൾ ചെയ്യാൻ പറ്റുന്ന സമയം. ഞാൻ സംസാരിക്കുന്നതും ഇപ്പോൾ ചെയ്യുന്നതും എല്ലാം എനിക്ക് വേണ്ടി മാത്രമല്ല. ഈ പ്രശ്നമുണ്ടായി ഇതറിഞ്ഞിട്ട് ഒരുപാട് കലാകാരന്മാർ എന്നെ വിളിച്ചു. ഒരുപാട് വലിയ ആർട്ടിസ്റ്റുമാർ വിളിച്ച് ചെറിയ ആർട്ടിസ്റ്റുമാരെ വിളിച്ചിട്ട് അവർക്കും ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് കണക്കത്തെ എക്യുപ്മെൻറ്റ്സ് നശിപ്പിച്ച കഥകളുണ്ട്. പക്ഷേ അവർക്ക് ഇത് എവിടെ പറയണമെന്നറിയില്ല. പോലീസുകാർ ചെയ്ത തെറ്റ് പോലീസുകാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ ആരും പ്രതികരിക്കാൻ അവർക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇതെങ്ങനെ പ്രതികരിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. ഈ പോലീസുകാരെ ഉള്ള പേടി ഇറക്കാൻ വന്ന ആളെ തന്നെ അകത്തിടും, എന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് തെറ്റൊന്നും ചെയ്യാത്ത എന്നെ വരെ അവർക്ക് കള്ളക്കേസ് ഉണ്ടാക്കി റിമാൻഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായോണ്ടായിരിക്കുമല്ലോ ഇവരോട് ഇത് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ്. അവർക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ കൊച്ചു പ്രായത്തിൽ 30 ലക്ഷം രൂപ മുടക്കി ഒരു സംഗതി ചെയ്യണം എങ്കിൽ അത് ഇത്രയും കാലം ഓടിച്ചുകൊണ്ട് പോകാൻ ക്രമാനുഗതമായി വളരാനുള്ള മനസ്സും വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയാളല്ല പൊട്ടൻ, അയാളെ പൊട്ടനെന്ന് വിളിച്ച ആളാണ് പൊട്ടൻ എന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചോദിച്ചത്. പക്ഷെ അതിനകത്തൊരു സങ്കടകരമായ ഒരു കാര്യം, അച്ഛനോടാണത് പറയുന്നത് മകനെ പറ്റി. അതെ അതെ അതെ, അതിലാണ് അത്ര എനിക്ക് നൊന്തതും. കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനോട് എല്ലാവരും മോൻ നല്ല കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ മോൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊള്ളാം, അഭിരാം സുന്ദറിൻ്റെ അച്ഛനല്ലേ, അങ്ങനെ ചോദിക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ആ സ്ഥലത്ത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരാൾ മോൻ പൊട്ടനാ കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പൊട്ടനല്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് എങ്ങനെയായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പറഞ്ഞ പോലെ പരാതിക്ക് നമ്മൾ പോകാനതിൻ്റെ കാരണം ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന്. ഒരു ജോലി കിട്ടാനാണ് ബുദ്ധിമുട്ട്, കളയാൻ എളുപ്പമാണ്. നമുക്ക് ആ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലിയെ ബാധിക്കേണ്ട, ഞാനായിട്ട് ഈ പറഞ്ഞ പോലെ പേര് റിവീൽ ചെയ്തിട്ടില്ല, ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല, ഒന്നും ഞാനായിട്ട് ചെയ്തിട്ടില്ല. പലരും വേറെ പുറത്ത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വീഡിയോസിലുണ്ടല്ലോ, അത് ആർക്ക് വേണമെങ്കിലും ഐഡന്റിഫൈ ആവുന്നതല്ലേ. അല്ല, എൻ്റെ പ്രൊഫൈലിൽ ഇട്ട വീഡിയോയിൽ ആ സാറിൻ്റെ മുഖം ബ്ലറാക്കിയാണ് ഞാൻ ഇട്ടത്, ഞാൻ അറിയിച്ചിട്ടില്ല. ഈ വീഡിയോകൾ ലീക്കായ ഓരോരുത്തർക്ക് എത്തിയപ്പോഴാണ് ഈ സാറിനെ പലരും കണ്ടത്, ഈ ആളാണ് ഈ സംഭവം ഇത് ചെയ്തത് എന്ന് അറിഞ്ഞോളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം എന്ന് അവിടെ നിന്ന് ആൾക്കാരോട് പറയുന്നു. ഈ പറഞ്ഞതുപോലെ ഇപ്പം അഭിരാമിന് ലാപ്പ് തരാം, പക്ഷെ അതിന് കണ്ടീഷനായിട്ട് പറയുന്നത് ഈ പറഞ്ഞ അഭിരാം അപ്ലോഡ് ചെയ്ത അഭിരാമിൻ്റെ പ്രൊഫൈലിലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അവർക്ക് ജനപിന്തുണ ഇക്കാര്യത്തിൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പം ADGP വഴി ഇതിലൊരു അന്വേഷണം നടപടിയെടുക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ഇതിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സ്വയം കേസെടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം പബ്ലിക്കിൻ്റെ മുന്നിൽ കിടക്കുകയാണ് ഒരു കലാകാരൻ്റെ
കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ചവിട്ടി പൊട്ടിക്കുന്നത്. എന്താ അഭിരാം പറയുന്ന കാര്യത്തിൽ? ഞാൻ അക്കാര്യത്തിൽ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീതി കിട്ടണം. നമ്മുടെ പേര് ഇല്ലാത്തതായിട്ടുള്ള എടുത്ത കേസുകൾ പിൻവലിച്ചോട്ടെ, അതും പിൻവലിച്ച് ഈ പറഞ്ഞ് നമ്മുടെ നശിപ്പിച്ച ആ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പ് ആ സാറ് തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് വാങ്ങിച്ചു തന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ. 2, കേരള പോലീസ് ചെയ്തൊരു തെറ്റ്, 1-2 പോലീസുകാർ ചെയ്തൊരു തെറ്റിനാണ് ഈ കേരള പോലീസ് എന്നുള്ള ഒരു പേരിലേക്ക് പോയത്. അപ്പം അത് ഈ പറഞ്ഞല്ലോ, ഞാൻ കേരള പോലീസിന് വേണ്ടി തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അതിലൊരു ഷോർട്ട് ഫിലിം കേരള പോലീസിന് ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ഫാമിലി ദുരിതങ്ങളൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടുന്നത്. അത്രയും വരെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ദുരനുഭവമാണ് തിരിച്ച്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത്, അവർ ചെയ്ത ഒരു തെറ്റ് തിരുത്താനുള്ളൊരു സംഭവമാണ് നമ്മളിപ്പോഴും പറയുന്നത്. അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഹൈഡായിട്ട് ആ സാറിന് എനിക്ക് എന്തൊക്കെ വന്നാലും ഇത് തരാൻ പറ്റത്തില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഇത് ഇടപെട്ട് ADGPക്ക് ഉത്തരവിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിത് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ചെയ്തത് തെറ്റാണെന്ന്. അപ്പം എല്ലാവരുടെയും അറിവോടുകൂടി ഈ ലാപ്ടോപ്പ് എനിക്ക് തന്നാൽ, പോലീസ് സ്റ്റേഷനിൽ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഭിരാമിനെ ബന്ധപ്പെടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുമല്ല സംസാരിക്കുന്നത്, ഒരു മീഡിയേറ്ററായിട്ടൊരു പുള്ളിയാണ് വിളിക്കുന്നത്. പോലീസുകാർ നേരിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. റെക്കോർഡ് ചെയ്യുന്ന പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് ന്യൂസിലിടും അല്ലെങ്കിൽ മീഡിയയിൽ പ്രചരിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്നോട് സംസാരിക്കുന്നത് ഈ മീഡിയേറ്ററാണ്. മീഡിയേറ്റർ പറയുന്ന ഈ കോംപ്രമൈസിനെല്ലാം ഓക്കെ മോനെ, എല്ലാം ചെയ്യാമെന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഞാൻ ഈ ഡിമാൻഡ് വെച്ചപ്പം, അതായത് ഏതെങ്കിലും ഒരു ഓഫീസറിന് മുന്നിൽ വെച്ച് എനിക്കിത് തരണം, ലാപ്ടോപ്പായിട്ട് തന്നെ വേണം, എനിക്ക് പൈസ വേണ്ട. എൻ്റെ പൈസയല്ലല്ലോ പോയത്, എൻ്റെ ലാപ്ടോപ്പാണ് പോയത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലാപ്പാണ് പോയത്. ഇതൊരിക്കലും ആ സാർ എനിക്ക് മേടിച്ച് തരുന്ന ലാപ്പല്ല. ഞാൻ പണിയെടുത്തുണ്ടാക്കിയ ലാപ്പ് തന്നെ എനിക്ക് തിരിച്ചു തരുക. ആ ലാപ്പാണല്ലോ പൊട്ടിച്ച് കളഞ്ഞത്. ആ ലാപ്ടോപ്പ് തന്നെ ഈ സാറ് തിരിച്ചു തരുവാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഡിമാൻഡിലേക്ക് വരാൻ അവർക്ക് പറ്റുന്നില്ല. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് മൊത്തത്തിൽ? ഈ പറഞ്ഞ കൺസോളിനകത്ത് എന്തൊക്കെയോ കൺസോളിൽ CI സാറാണ് കൺസോളിൽ പണിയുന്നത്. അത് ആ വീഡിയോയിൽ കാണാം. കൺസോൾ യഥാർത്ഥത്തിൽ ഇതുവരെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺസോൾ പ്രവർത്തിക്കത്തുള്ളൂ. ഇല്ലാതെ കൺസോൾ മാത്രം ഓൺ ആക്കിയാൽ ഇതിൻ്റെ വർക്കിംഗ് നടക്കത്തില്ല. അപ്പോൾ ഇനി കിട്ടാൻ പോകുന്ന ലാപ്ടോപ്പ് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കൺസോളിൻ്റെ കാര്യവും അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്നലെ കൺസോൾ ജസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിൽ ചെറിയൊരു പൊട്ടലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ കാണാൻ ഇങ്ങനെയൊക്കെ ഇടിക്കുന്നുണ്ട്. ഇടിക്കുകയാണോ ഈ പറഞ്ഞ പോലെ എന്തോ ആ ഫെയ്ഡറുകളിൽ ഈ ഫെയ്ഡറൊക്കെ എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് ഇട്ടില്ലെങ്കിൽ ഇത് പോയി. കാരണം പിന്നെ ജെർക്കിങ് വരും. നമ്മൾ പാട്ട് സ്റ്റേജിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജെർക്കിങ് വന്നാൽ ആ പ്രോഗ്രാമിനെ ഇത് ബാധിക്കും, ആ കലാരൂപത്തെ ഇത് ബാധിക്കും. അപ്പോൾ അതിന് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അത് ഉണ്ടെങ്കിൽ ഞാൻ പണിയെടുത്ത് മേടിച്ചോളാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ പറയുന്നത് മെയിനായിട്ട് ഈ ചവിട്ടി പൊട്ടിച്ച ലാപ്ടോപ്പ്, അതിൻ്റെ ആ തരുന്ന എൻ്റെ ഫുൾ ഫയൽ, അതെനിക്ക് വാങ്ങിച്ചു തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയും കൂടെ ഇടപെട്ട സ്ഥിതിക്ക്, വാർത്തയും കൂടെ വന്ന സ്ഥിതിക്ക്, ഈ പറഞ്ഞതുപോലെ അഭിരാം ഒരു വ്ലോഗറാണ്. അഭിരാമിൻ്റെ ഫോളോവേഴ്സ് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശുഭമായി തീരട്ടെ കാര്യങ്ങൾ, പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, ഒരു DJ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തുടർന്ന് പോകാൻ പറ്റട്ടെ. അതുപോലെ അഭിരാമിൻ്റെ സ്വപ്നങ്ങൾ സിനിമയൊക്കെയാണ്, അപ്പോൾ അതിലേക്കുള്ള യത്നമാണ്. അത് നന്നായി തന്നെ പോകട്ടെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.